നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുകയാണ്. മഴയെ പോലും വകവയ്ക്കാതെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് സർക്കാർ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ മന്ത്രിമാരടക്കം അവിടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. കോൺഗ്രസും അതുപോലെ തന്നെ. ഒരു വശത്ത് അൻവറും. എക്സിറ്റ് പോളുകൾക്ക് പോലും പ്രവചനം അസാധ്യമാണ്. എങ്ങനെ കാണാൻ കഴിയും? യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ മുഖ്യ കാരണം അൻവറിൻ്റെ രാജിയാണ്. അപ്പോൾ അൻവർ ഇപ്പോൾ പറയണമെന്ന് വെച്ചാൽ, ഞാൻ ത്യാഗം ചെയ്തു, എൻ്റെ സ്ഥാനമാനങ്ങൾ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു, അതുകൊണ്ട് എല്ലാവരും ഇനി ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ വോട്ട് ചെയ്യണം എന്നാണ് അൻവറിൻ്റെ വെർഷൻ. പക്ഷേ യഥാർത്ഥത്തിൽ അൻവർ ഈ രാജ്യത്തിനും ജനങ്ങൾക്കും ഉണ്ടാക്കിയ കോടികളുടെ നഷ്ടമാണ്. കാരണം ഒരാവശ്യവുമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെ വിളിച്ചു വരുത്തി എന്ന് പറയുന്നതാണ് അൻവർ ചെയ്ത തെറ്റ്. അത് ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിന് കേരളത്തിൻ്റെ ഒരു നിയമസഭ എന്ന് പറയുന്നത് എത്രയോ കരുത്തുറ്റ പ്രവർത്തനങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും നേടിയെടുത്തതാണ് ഈ നിയമസഭയിലേക്കുള്ള ഈ അവകാശം. അത്തരം നിയമസഭയിൽ പോകുന്ന ആളുകൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കേണ്ട ആളുകളാണ്. നമ്മളെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നതല്ല നിയമസഭ എന്ന് പറയുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന ഒരാളിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് നിലമ്പൂരിൽ അൻവറിനെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ജനങ്ങൾക്ക് തെറ്റുപറ്റി. പിന്നെ അദ്ദേഹം രാജിയൊക്കെ വെക്കണത് അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവും ഈഗോയും ആണ് ഈ രാജിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവർ ഇതിന് സഫർ ചെയ്തേ പറ്റൂ. അൻവർ എന്ത് ചെയ്യണം? അൻവറെ ഒരു കാരണവശാലും ജനങ്ങൾ അനുവദിക്കാൻ പാടില്ല. ജനങ്ങളെ സംബന്ധിച്ച് അതാണല്ലോ നമ്മളൊരു സാധാരണ നീതി എന്ന് പറയുന്നത്. ഒരാൾ ഇത്രയധികം ദ്രോഹം ഒരു ജനസമൂഹത്തിന് ഉണ്ടാക്കിയതിന് ശേഷം അയാൾ എന്തു പറഞ്ഞു, ആരെ പറഞ്ഞു എന്ന് പറയുന്നത് ഇറലവൻ്റാണ്. നമുക്ക് ഒരു പ്രസക്തിയില്ലാത്തൊരു കാര്യമാണ്. കാരണം അയാൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി, അനാവശ്യമായി അയാളുടെ ഈഗോ കാരണം അയാൾ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി. ഇനി ആ ഈഗോ തന്നെ UDFന് ഗുണകരമാവുന്ന രീതിയിൽ മാറ്റാനായിരുന്നുവെങ്കിൽ അതിന് കുറച്ചും കൂടിയും ഒരു മേൽക്കൈ ഉണ്ടായേനെ. പക്ഷെ ഇവിടെ അയാൾ UDFിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള നിരന്തരമായ പ്രവർത്തനം അയാൾ നടത്തി. അതുകൊണ്ട് തന്നെ UDF എന്ന രീതിയിൽ UDFിൻ്റെ കൺവീനറും എടുത്ത തീരുമാനം അൻവറിനെ ഇനി അക്കോമഡേറ്റ് ചെയ്യേണ്ട, ഈ സ്ഥാനാർത്ഥിനെ അംഗീകരിക്കില്ലെങ്കിൽ അയാൾ അക്കോമഡേറ്റ് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം വളരെ ശരിയായിട്ടുള്ള തീരുമാനമായിട്ടാണ് കോമൺ സെൻസ് ഉള്ള മുഴുവൻ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പായിരുന്നു. പിന്നെ അവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവർക്കും ജീവൻ മരണ പോരാട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സീറ്റ് തോറ്റാലും ജയിച്ചാലും LDF ഭരിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. വേറെ അതിൽ സാധ്യതകളൊന്നും ഇല്ല. ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഇത് ഭരണത്തിൻ്റെ വിലയിരുത്തലായിരിക്കും, ഒരാൾ പറഞ്ഞു ഭരണത്തിൻ്റെ വിലയിരുത്തലായിരിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും ഭരണം ഒന്നും വിലയിരുത്താൻ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കഴിയില്ല എന്നാണ് ഞാൻ കാണുന്നത്. കാരണം ആ തെരഞ്ഞെടുപ്പ് കൊണ്ട് ആ ഭരണത്തിൽ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള റിഫ്ലക്ഷനും ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയും ഇല്ല. പിന്നെ ജനങ്ങളുടെ ഒരു എതിർപ്പ് എന്ന് ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാം, രണ്ടു കൂട്ടർക്കും ജയിച്ചു കഴിഞ്ഞാൽ എന്തു പറയാം, ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലാണെന്ന് LDFനും പറയാം, ഭരണത്തിൻ്റെ വിലയിരുത്തലാണെന്ന് UDFനും പറയാം. പക്ഷേ ഇതുകൊണ്ട് LDF അത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ എൻ്റെ യഥാർത്ഥത്തിൽ വിഷയം വരാൻ പോണത് ആർക്കാ? LDFന് തന്നെയാണ്. കാരണം ജനങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ LDF ജയിച്ചാൽ LDFന് ഇനി തുടർച്ചയായി ജയമുണ്ടാവും എന്നുള്ള ഒരു അഹങ്കാരം വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ അതുണ്ടാകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFന് ഗുണവുമല്ല. UDFനെ സംബന്ധിച്ച് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്ന നിലയിൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. കാരണം അവരുടെ ഒരു സീറ്റാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ LDFിലേക്ക് വന്നെങ്കിലും നിലമ്പൂർ അവരുടെ സീറ്റാണ്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർ ആഹോരാത്രം പണിയെടുക്കുന്നുമുണ്ട്. എല്ലാ ലീഡേഴ്സൊക്കെ കേന്ദ്രീകരിച്ച് ഒരു ഐക്യം ഉണ്ടാക്കി അവർ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം അതിൽ പങ്കാളികളുമാണ്. നമ്മളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ആ തെരഞ്ഞെടുപ്പിന് ഒരു പ്രസക്തിയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ അതല്ലാത്ത ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ എന്താ ചർച്ച ചെയ്യുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യവും ചർച്ച ചെയ്യുന്നില്ല. ഒരു രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യണില്ല, ജനങ്ങളുടെ വിഷയം ചർച്ച ചെയ്യണില്ല. ആകെ അൻവർ എന്ന് പറയുന്ന ആൾ അയാളുടെ കുറേ കോപ്രായങ്ങളല്ലാതെ വേറെ ഒന്നും. എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തി പത്രക്കാരോട് ഗീർവാണ പ്രസംഗങ്ങൾ നടത്തുന്നു എന്നല്ലാതെ ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ലീഡേഴ്സ്, ഇപ്പോൾ CPMൻ്റെയോ LDFൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ ലീഡേഴ്സ് ഒരു രാഷ്ട്രീയ പ്രശ്നത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് പോലും ആ തെരഞ്ഞെടുപ്പിലില്ല.
അതായത് നമ്മൾ കാണുന്ന ജനങ്ങളുടെ വിഷയം, ഇപ്പോൾ വിലക്കയറ്റത്തിൻ്റെ വിഷയമാണെങ്കിലും നമുക്ക് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു, മഴ, കോവിഡ്, അത് മാത്രമല്ല സൈബർ കുറ്റവാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ പണം എത്രയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച മുഴുവൻ പൈസയും സൈബർ കുറ്റവാളികൾ അടിച്ചുകൊണ്ട് പോവുകയാണ്. ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നു, എന്തെങ്കിലും പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ചെയ്യുന്നു എന്നല്ലാതെ ഈ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല. ഇനി അതുപോലെ തന്നെയാണ് ഈ CPM-ന്റെ നേതൃത്വത്തിൽ മനുഷ്യക്കോട്ടയൊക്കെ കെട്ടി ഈ മയക്കുമരുന്നിനെതിരായിട്ട്. പക്ഷെ മയക്കുമരുന്ന് തന്നെ മനുഷ്യക്കോട്ട കെട്ടിയിട്ട് ഒരു കാര്യവുമില്ല. മയക്കുമരുന്ന് ധാരാളം പണം കൊടുക്കുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും കർശനമായി നിരോധിക്കുകയും കർശനമായി അതിൻ്റെ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇതേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗൾഫിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഗൾഫിൽ ഒരു പ്രാവശ്യം മയക്കുമരുന്ന് കേസിന് അല്ലെങ്കിൽ ഒരു പണത്തട്ടിപ്പിന്, ഓൺലൈൻ പണത്തട്ടിപ്പിന് വന്നു കഴിഞ്ഞാൽ അയാളുടെ പേരിൽ പിന്നെ ഒരു ഇതും കൊടുക്കാൻ പാടില്ല. ഇവിടെ പണം തട്ടിച്ച് കൊണ്ടുപോയ അയാൾ പിന്നെയും ഇവിടെ നിന്ന് മാറി വേറൊരു അക്കൗണ്ട് എടുക്കും, അവിടെ നിന്ന് മാറി വേറെ അക്കൗണ്ട് എടുക്കും. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്റ്റേണൽ കാര്യങ്ങളാണെങ്കിൽ പോലും ജനങ്ങളുടെ തൊഴിലില്ലായ്മയെ അഡ്രസ്സ് ചെയ്യുക, ജനങ്ങളുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുക, ഈ പാരിസ്ഥിതിക വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുക, മഴയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത്. അതാണ് ചർച്ചാ വിഷയമാകേണ്ടത്. രാഷ്ട്രീയ വിഷയങ്ങളും ഇതൊക്കെ സാമൂഹ്യ വിഷയങ്ങളാണെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യപ്പെടണം ഏത് തെരഞ്ഞെടുപ്പിലും. പക്ഷേ ഇപ്പോൾ നിലമ്പൂർ മാത്രമായി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതൊരു എന്താ പറയുക സ്വകാര്യ ഒരു സംവിധാനം മാത്രമാണ്, ഒരു പ്രൈവറ്റ് സംവിധാനമായിട്ടാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതൊരു പൊതു തെരഞ്ഞെടുപ്പാണ്. ഇതിൽ വേറൊരു കാര്യം, ഇപ്പോൾ ഈ അൻവർ പിടിക്കുന്ന വോട്ട് പ്രധാനമാണ്. കാരണം അൻവർ അവിടെ 2 തവണ വിജയിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അൻവർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ജയപരാജയങ്ങൾ, മറ്റ് മുന്നണികളുടെ ജയപരാജയങ്ങൾ. അപ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണാൻ കഴിയും? അൻവറിൻ്റെ പരിപാടികളിൽ അൻവറിന് മാത്രമായിട്ട് അവിടെ വോട്ടുള്ളതായിട്ട് നമുക്ക് തോന്നിയില്ല. അൻവർ ഈ CPM-ന്ന് ഡിറ്റാച്ച് ചെയ്ത് പോയിട്ട് അതിൽ അൻവർ നടത്തിയ പ്രകടനങ്ങളിൽ എന്തായിരുന്നു റിഫ്ലക്ഷൻ? അതിൽ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ കാശ് കൊടുത്ത് 200 രൂപയും 300 രൂപയും കൊടുത്താണ് അവരെ പ്രകടനത്തിൽ അണിനിർത്തിയെന്ന് നമ്മൾ കണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അൻവറിന് അത് വോട്ട് കിട്ടുക എന്നുള്ളത് ആളുകളെ പ്രകടനത്തിൽ പൈസ കൊടുത്ത് ഉൾപ്പെടുത്താം. അത് ആ പ്രദേശത്തുള്ള ആളുകളാവണം എന്നില്ല, മറ്റ് പ്രദേശത്തു നിന്നുള്ള ആളുകളെ തന്നെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അതിൻ്റെ വോട്ടായിട്ട് അത് മാറണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? വോട്ട് അവിടെ ഉണ്ടാവണം. എത്ര പൈസ കൊടുത്താലും വോട്ട് അവിടെ ഉണ്ടാവണം. വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ജാഥയിൽ പോകുന്ന ആളുകൾക്കും കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടാവും, ഒരു വോട്ട് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. അത് അവർ അവിടെ അതേ ചെയ്യും. ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇതൊന്നും അൻവറിന് വോട്ടായി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അൻവർ പിടിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് കുറച്ച് ദ്രോഹം ഉണ്ടാക്കും. കാരണം അൻവറിൻ്റെ ബന്ധങ്ങൾ ഇടതുപക്ഷത്തായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ. കാരണം അൻവർ കഴിഞ്ഞൊരു 10 വർഷക്കാലമായി പരിപൂർണമായി കോൺഗ്രസ് വിരുദ്ധനായിട്ട് ആണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ വോട്ടെന്ന് പറയുന്നത് CPM-നെ ബാധിക്കാനാണ് സാധ്യത. CPM അതിന് വേറെ പല മാർഗങ്ങളും CPM-ഉം കാണും. അതായത് CPM ഇപ്പോൾ പല മാർഗങ്ങളും കാണുന്നത് BJP അവിടെ നിർത്തിയിരിക്കുന്ന ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ്. അപ്പം ആ BJP-യുടെ വോട്ട് സമാഹരിക്കാൻ CPM ശ്രമിക്കുമോ? തീർച്ചയായിട്ടും CPM-നെ സംബന്ധിച്ച് അപ്പോൾ BJP-യുടെ വോട്ടല്ലല്ല, ഹിന്ദു വോട്ട് പിടിക്കാൻ ശ്രമിക്കും. അല്ലാണ്ട് BJP-യുടെ വോട്ട് ഒന്നുമില്ല. BJP-യുടെ സ്ഥാനാർത്ഥി മോഹൻ രാജ എന്നയാളുടെ പേര് മോഹൻലാൽ. അയാളൊരു ക്രിസ്ത്യൻ ബെൽറ്റിലുള്ള ആളാണ്, ക്രിസ്ത്യൻ വോട്ട്. അപ്പോൾ അവർക്ക് പറയുക ക്രിസ്ത്യൻ ബെൽറ്റിലുള്ള ആളുകൾ മാത്രമേ. പക്ഷെ അവിടെ നിൽക്കുന്ന മൊത്തം നായർ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സ്വരാജിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.